ചങ്ങായിമാർ ഇന്നലെ നമ്മളെ സുരേഷ് ഗോപിന്റെ ഇളയ മകൻ മാധവ് സുരേഷില്ലേ, ഓനുണ്ടല്ലോ നമ്മളെ അശ്വന്ത് കോക്കില്ലേ സിനിമ റിവ്യൂവർ, ഓന്റെ വായിന്ന് നല്ല പുളിച്ചത് കിട്ടി. ഞാൻ ആദ്യമേ ഒരു കാര്യം പറട്ടെ, അശ്വന്ത് കോക്ക് ചെയ്യുന്ന എല്ലാ റിവ്യൂ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ മാധവ് സുരേഷിന്റെ ഈ ഇറങ്ങിയ സിനിമയില്ലേ, അതിനെക്കുറിച്ച് അശ്വന്ത് കോക്ക് പറഞ്ഞത് അപരാധം, മലങ്കട്ട അപരാധമാണ്. ആ അഭിപ്രായത്തോടുണ്ടല്ല ഞാനായാലും ശരി നിങ്ങളായാലും ശരി എല്ലാവരും യോജിക്കും. കാരണം അതുപോലത്തെ ഒരു അപരാധപ്പെടാണ് മാധവ് സുരേഷിന്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ. എന്തായാലും ഈ റിവ്യൂ കേട്ടിട്ട് കുരു പൊട്ടിട്ടാണ് നമ്മളെ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് അതിന്റെ പ്രൊഡ്യൂസർമാരെയും കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ടുണ്ടല്ല നമ്മളെ അശ്വന്ത് കോക്കിനെതിരെ ഒരു വമ്പിച്ച ആരോപണമായിട്ട് വന്നത്. അതായത് അശ്വന്ത് കോക്ക് ഈ സിനിമക്ക് നല്ലത് പറയാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപ ചോദിച്ചു. ആ 1 ലക്ഷം രൂപ ഇവർ കൊടുക്കാത്തത് കൊണ്ടാണ് അശ്വന്ത് കോക്ക് ഈ സിനിമയെ മലങ്കട്ട അപരാധം എന്ന് പറഞ്ഞതാണ് സുരേഷ് ഗോപിന്റെ ഇളയ മകൻ പറയുന്നത്. ഇത് കേട്ടപാട് പാതിരാത്രി കണ്ടല്ല നമ്മൾ അശ്വന്ത് കോക്ക് ഉണ്ടല്ല ഇതിനെതിരെ നമ്മളെ മാധവ് സുരേഷിനെ കണ്ടം വഴി ഓടിച്ചോണ്ട് ഒരു വീഡിയോ ചെയ്ത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അശ്വന്ത് കോക്ക് ഉണ്ടല്ല നല്ല ഫിറ്റാണ്. അതുകൊണ്ട് വായിന്ന് പല അശ്ലീല വാക്കുകളും വരുന്നുണ്ട്. നിങ്ങൾ ഇയർഫോൺ ഇട്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. എന്തായാലും പരമാവധി അശ്ലീലങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന അശ്ലീലങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അശ്വന്ത് കോക്ക് ഉണ്ടല്ലോ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ആയ നമ്മളെ മാധവ് സുരേഷിനെ കണ്ടം വഴി ഓടിക്കുന്ന മനോഹരമായ വീഡിയോ കണ്ടിട്ട് വരാം. എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എയ്റ്റിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ച് പറയടാ, തെളിവ് കാണിച്ച് പറ. ഞാൻ ഇന്ന് 10 പൈസ ഒരു മനുഷ്യനെടുത്ത് ഞാനുണ്ടല്ലോ ഒരാടുന്ന് ഒരു കാലിച്ച വാങ്ങിച്ചു കുടിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? ന്യൂസ് 18 ചാനലിലെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നു. ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ. അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നാടാ തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ് പൈസ വാങ്ങിച്ചത്? പറയടാ മാധവ് സുരേഷ്, തെളിവ് കാണിക്ക്. നീ ഞാനൊക്കെ ഒരേ കേരളത്തിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാ. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ടൈഗർ ഇദ്ദേഹത്തിന് തിരിച്ചു ടൈഗർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ഞാൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടറാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഈ റിവ്യൂടല് ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ വി ഡി സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും. ഞാൻ കളിക്കുന്നുള്ള നീയൊക്കെ. ഞാനൊക്കെ ഇത്ര ഇവിടെ ഹൈഡ്രോളിക് ഞാനൊക്കെ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മാന്യത ഉണ്ടായിരുന്നു. ഹൈഡ്രോളിക് ആൺകുട്ടിയായിരുന്നു. ഇതുപോലെ അനാവശ്യ സാധനം വലിച്ചടിച്ചിട്ടില്ല. എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്തോടാ. ACP റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളം എന്നെ 24 അവർ ക്വസ്റ്റ്യൻ ചെയ്താ. കേരള പോലീസൊക്കെ മണ്ടന്മാരാ. കളിക്കാൻ നിൽക്കണോടാ പട്ടികളെ. പിന്നെ കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കമന്റ്സ് ഇട്ടോ. ദ മോർ കമന്റ്സ് ദ മോർ റീച്ച്, ദ മോർ ഡോളേഴ്സ്. അതാണ് ഈ വിഷയമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടാ. നീ എത്ര കോടീശ്വരനായി കഴിഞ്ഞാൽ നീ ഏത് മറ്റേ കൊമ്പത്തിൽ നീ 4.5 കോടി നിനക്ക് നാണല്ലടാ. 4.5 കോടി ഈ മറ്റേ മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന് അരെ നട്ട് ഓർ വാട്ട്. എന്നിട്ട് ഇത് റീഷൂട്ട് ചെയ്യുമ്പോഴാണ് എന്തോ ഉണ്ണിയാണെങ്കിൽ തോന്നില്ല ഏതോ ഒരാള് ഇതിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്താം. എടോ നിന്റെ 1 ലക്ഷം ഉറുപ്പ്യ നീ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും കൊടുക്കും. ഒരാൾ പോലും പടം കാണൂല. എടോ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ പോലും ഒരാൾ ഈ പടം കാണാൻ ടോർച്ചർ അനുഭവിക്കാൻ മനുഷ്യൻ താല്പര്യമില്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രഗിളിംഗ് ലൈഫാ. മോസ്റ്റ് ഓഫ് പീപ്പിളിന് സ്ട്രഗിളിംഗ് ലൈഫാ. അപ്പൊ നിന്റെ ആ അട്ടഹാസം കണ്ടിട്ട് മറ്റേ അവിടെ പോയി കിടക്കാൻ നിൽക്കുക. പിന്നെ നീ എന്ന് തേങ്ങ പറയുന്നത് 1 ലക്ഷം ഒരു കടം മരപ്പട്ടി. ഞാൻ പറയാണ് നിനക്ക് ഇത്തിരി കൂട്ടി പറഞ്ഞൂടെ? 1 ലക്ഷം ഉറുപ്പ്യ നീ പറയുന്നേ. അതിനിടയ്ക്ക് ഏതോ ഒരു 12 ലക്ഷമാണ്. ഒരു 15 ലക്ഷമൊക്കെ പറഞ്ഞ മാന്യതയുണ്ട്.
ഇത്രയും ദരിദ്രവാസം ഞാൻ 1 ലക്ഷം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ഉലുവന്ന് ഞാൻ പറയുന്നേ. എടാ ഗൂഗിൾ എത്ര പൈസ ഇടുന്ന നീ ചോദിച്ചു നോക്ക്. ഗൂഗിളിൽ കളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്. എന്റെ ലാസ്റ്റ് 5 റിവ്യൂ റീച്ച് നോക്ക്. ലാസ്റ്റ് 5 റിവ്യൂന്റെ എവടോ 5 റിവ്യൂ റീച്ച് നോക്ക്. ആ റീച്ച് വെച്ചിട്ട് എനിക്ക് എത്ര ഡോളേഴ്സ് കിട്ടുമെന്ന് ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. നിന്റെ 1 ലക്ഷം ഉലുവയാ. വർത്താനം പറയുന്നു. നിനക്കെതിരെ ഞാൻ ലീഗലി മൂവ് ചെയ്യും. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പറഞ്ഞ ഇവന്റെ നീ ആലോചിച്ച് നോക്കടാ. നിനക്ക് എന്ത് പ്രൂഫ് കാണിക്കണം? പ്രൂഫ് കാണിക്ക്. പ്രൂഫ് കാണിക്കണം. നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റെന്താ UPI വഴിയല്ല. പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നോടാ. നിന്റെ അച്ഛൻ ഗൂഗിളില് തരാതെ ചാക്കിൽ കെട്ടി എനിക്ക് കൊണ്ടുവന്നോ? ഈ അന്തമട്ട എടാ മാധവേ നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചത്. എടാ നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം ഉറുപ്പ്യ. മനസ്സിലായോ? എന്റെ ഗൂഗിളിന്റെ മനസ്സിലായോ? ക്രിയേറ്റർ സ്റ്റുഡിയോക്കാര് നോക്ക് എന്റെ വരുമാനം എത്രയാണ്. മനസ്സിലായടാ? നീ മറ്റേ GT വാങ്ങിച്ച് അച്ഛന്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ എന്ത് തേങ്ങ കാണിച്ചോ ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാനാണ്. മൈ ധ്യാൻ എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാൻ കുട്ടൻ ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അട്ടാസം. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചെങ്കിൽ പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ. മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. എടാ മാധവേ, എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു. മാധവ് എന്റെ അടുത്താണ് പറയുന്നത്, മാധവ് സുരേഷിനോട്. അതിനിടയ്ക്ക് നമ്മൾ അശ്വന്ത് കോക്കട്ടല്ല മാധവ് സുരേഷന നൈസായിട്ട് പിതാവിനെ വിളിച്ചേട്ടാ. അതായത് ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ നല്ല പിതാവിനുണ്ടായതുകൊണ്ട്, അതായത് ശ്രീനിവാസൻ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്നതെന്നും മാധവ് സുരേഷ് എന്ന നീ ഉണ്ടല്ല നല്ല പിതാവിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രമാത്രം വൃത്തികെട്ട രീതി പെരുമാറുന്നത് നമ്മൾ അശ്വന്ത് കോക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഏതായാലും ഒരു ഊളപ്പടം, ഒരു അപരാധ പടം 8 നിലയിൽ പൊട്ടിയപ്പം നമ്മളെ നിലവിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെയായ നമ്മളെ മാധവ് സുരേഷിന്റെ കുരുണ്ടല്ല ഒരു 1.5 പൊട്ടലങ്ക് പൊട്ടി. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ സിനിമ ഉണ്ടല്ല എത്ര സിനിമകൾ 8 നിലയിൽ പൊട്ടുന്നുണ്ട്. അതിനൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ എന്തൊക്കെ കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം പറയുമ്പം അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഈ മാധവ് സുരേഷ് എന്ന ഈ വേട്ടാവളിന് ഇവൻ എങ്ങനെയാണ് വരുന്നത്? ആദ്യം പോയിട്ട് മാധവ് സുരേഷ് നീ എന്താ ചെയ്യണമെന്നറിയാം. നീ അഭിനയം ഉണ്ടല്ല അഭിനയം കുറച്ച് പഠിക്കും. കുറേയൊന്നും പഠിക്കണ്ട, കുറച്ചെങ്കിൽ അഭിനയം പഠിക്കും. അതിനുശേഷം ഉണ്ടല്ലോ നിന്റെ സിനിമയെ കുറ്റം പറഞ്ഞ അശ്വന്ത് കോക്കിനെയും മറ്റുള്ളവരൊക്കെ ഉണ്ടല്ല നമുക്ക് കുറ്റം പറയാം. ആദ്യം പോയിട്ട് മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ആയ മോനുണ്ടല്ല മോനെന്ന് നല്ല അഭിനയം പഠിച്ചിട്ട് പോവാ. എന്തായാലും നമ്മുടെ സംഖ്യയുടെ എല്ലാമായ നമ്മുടെ സുരേഷ് ഗോപി തമ്പറന്റെ മകൻ മാധവ് സുരേഷിനെ കണ്ടം വഴി ഓടിച്ച അശ്വന്ത് കോക്കിനും എനിഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ല സുലാൻ.